കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഇന്ത്യയിൽ അഴിമതി വൻതോതിൽ വർദ്ധിച്ചുവെന്ന് വിവേകമുള്ള ആളുകൾക്ക് എല്ലാം അറിയാം. എന്നാൽ മോദിയുടെ മന്ദഭക്തരെല്ലാം മറിച്ചാണ് പ്രചരിപ്പിക്കുന്നത്. അവരുടെ വിചാരം, അവരുടെ ബുദ്ധിയാണ് ഇന്ത്യയിലെ വിവേകമുള്ള ജനങ്ങൾക്കുള്ളത് എന്നാണ്. ഇപ്പോഴിതാ രാജ്യത്താകമാനമായി നടത്തിയ ഒരു സർവേയുടെ ഫലങ്ങൾ കാണിക്കുന്നത് ജനങ്ങൾക്ക് വലിയ അളവിൽ വിവരം വെച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ലോക്നിധി CSDS ആണ് ഈ സർവേ നടത്തിയത്. ഇവരുടെ സർവേയിൽ 55% പേരും പറഞ്ഞത് കഴിഞ്ഞ 5 വർഷങ്ങളിലായി അഴിമതി വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. 2019 40% പേരായിരുന്നു അഴിമതി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ 15% കൂടുതൽ പേർ, അതായത് 55% പേർ പറയുന്നത് അഴിമതി കഴിഞ്ഞ 5 വർഷമായി വർദ്ധിച്ചു എന്ന്. വെറും 19% പേർ മാത്രമാണ് അഴിമതി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത്. 2019 ഇവരുടെ സർവേയിൽ 37% പേർ പറഞ്ഞത് അഴിമതി കുറഞ്ഞു എന്നായിരുന്നു. അതായത് അതിന്റെ പകുതി ആൾക്കാർ, 19% പേർ മാത്രമേ അഴിമതി കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്നുള്ളൂ. അഴിമതി കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന 19% പേർ ആരായിരിക്കുമെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഴിമതി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരേപോലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ജനങ്ങളുടെ ഇടയിലും ധനവാന്മാരുടെയും ദരിദ്രരുടെ ഇടയിലും ഒരേപോലെയാണ്. അതുപോലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 25% പേരും അഭിപ്രായപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് അഴിമതി വർദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്നാണ്. സംസ്ഥാന ഗവൺമെന്റ് കാരണമാണ് അഴിമതി വർദ്ധിച്ചത് എന്ന് പറയുന്നത് 16% പേർ മാത്രമാണ്. ദിനം പ്രതിയാണ് BJPയുടെ അഴിമതിയെക്കുറിച്ചുള്ള പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് എന്നുള്ളത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിയായിരുന്നു എന്ന് ജനങ്ങൾ ഞെട്ടലോടെയാണ് മനസ്സിലാക്കിയത്. അധികകാലം എല്ലാവരെയും മണ്ടന്മാരായി നിലനിർത്താൻ കഴിയില്ല എന്നുള്ള സത്യം BJP മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പുറത്തു വരുന്ന BJPയുടെ വലിയ അഴിമതിയുടെ കഥകൾ BJPക്കെതിരെ വലിയ ജനവികാരം ഉണരാൻ കാരണമാകും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ ജനങ്ങൾ ബോധവാന്മാരായി അഴിമതി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതും അതിന്റെ പ്രധാന കാരണം കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നതും ഇപ്രാവശ്യം BJPയുടെ ഭരണത്തിന്റെ അന്ത്യം കുറിക്കുമോ?